ഫോർമുല 1 is just 20 cars going round and round. അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് 20 അല്ല 22 ദ പിനാക്കിൾ ഓഫ് മോട്ടോർ സ്പോർട്സ് എന്നാണ് ഫോർമുല 1 അറിയപ്പെടുന്നത്. ദ ടോപ്പ് മോസ്റ്റ് കോമ്പറ്റീഷൻ. ചിലർ പറയും അത് സങ്കീർണമാണ്, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന്. പക്ഷേ നമുക്ക് കുറച്ച് F1 ബേസിക്സിലേക്ക് പോകാം. 11 ടീമുകളാണ് 2026 ഫോർമുല 1 സീസണിൽ മത്സരിക്കുന്നത്. ഓരോ ടീമിനും 2 കാറുകൾ വീതം വെച്ച് 22 കാറുകൾ ഗ്രിഡിലുണ്ടാകും. ഫെറാറി, റെഡ് ബുൾ, മെഴ്സിഡസ്, മെക്ലാരൻ, ആസ്റ്റൺ മാർട്ടിൻ, ഹാസ്, റേസിംഗ് ബുൾസ്, ആൽപിൻ, വില്യംസ് എന്നിവരെ കൂടാതെ പുതുമുഖങ്ങളായി ഓഡിയും കാഡിലാക്കും ഈ വർഷം ഫോർമുല 1 എത്തുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സോബർ ടീമിനെ മൊത്തമായി വാങ്ങിക്കൊണ്ടാണ് ഓഡി അവരുടെ എൻട്രി നടത്തിയിരിക്കുന്നത്. അതേസമയം കാഡിലാക്ക് പുതിയൊരു ടീമായി തന്നെയാണ് വരുന്നത്. എന്നാൽ 11 ടീമുകളുണ്ടെങ്കിലും 5 കമ്പനികൾ മാത്രമാണ് എഞ്ചിൻ നിർമ്മിക്കുന്നത്. മെഴ്സിഡസ് നിർമ്മിക്കുന്ന എഞ്ചിനാണ് ആൽപിൻ, വില്യംസ്, മെക്ലാരൻ ടീമുകൾ ഉപയോഗിക്കുന്നത്. ഫെറാറിയുടെ എഞ്ചിനാണ് കാഡിലാക്ക്, ഹാസ് ടീമുകൾ ഉപയോഗിക്കുന്നത്. അതേസമയം റെഡ് ബുൾ, ഓഡി ടീമുകൾ അവരുടെ എഞ്ചിനുകൾ സ്വയം നിർമ്മിക്കുന്നു. ആസ്റ്റൺ മാർട്ടിൻ ഹോണ്ടയുടെ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ മത്സരം 2 വ്യത്യസ്ത കിരീടങ്ങൾക്കായിട്ടാണ്. ഒന്ന് കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പും മറ്റൊന്ന് ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പും. കൂടുതൽ പോയിന്റ് നേടുന്ന കൺസ്ട്രക്ടേഴ്സ് അഥവാ ടീമുകൾ കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യനുമാകും. കൂടുതൽ പോയിന്റ് നേടുന്ന ഡ്രൈവേഴ്സ് ചാമ്പ്യനുമാകും. ചാമ്പ്യൻഷിപ്പ് ടേബിളിൽ ഓരോ പൊസിഷനും അതിൻ്റേതായ മൂല്യമുണ്ട്. കാരണം അതുപ്രകാരമാണ് അവരുടെ വരുമാനം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പോയിന്റ് നേടിയാൽ കൂടുതൽ ക്യാഷ് കിട്ടും.